ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രാവിലെ തന്നെ നമുക്ക് കുറച്ച് കറിമലം തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. നേരെ കുക്കർക്ക് കടലേന് ഇട്ട് കൊടുക്കണം. പട്ടാണി കടല രാത്രി പൊതിർത്തിയ രാവിലെ നമുക്ക് നല്ലേൽക്ക് കറി ഉണ്ടാക്കാം. നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ തപ്പിത്തെരഞ്ഞ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഉള്ള സാധനം കുക്കറിന് അങ്ങോട്ട് കൂക്കാൻ തുടങ്ങും. പെരുങ്കൂക്കൽ ഏതായാലും നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. നല്ലൊരു മസാലയും കൂടി ഉണ്ടാക്കണ്ടേ. മസാല അല്ല, നാളികേരം അരച്ചുകൊണ്ടിരണ്ടേ. എന്നാൽ പിന്നെ മിക്സിൻ്റെ ജാർക്ക് ഒരൊറ്റ ചാട്ടം ചാടിയിട്ട് ചെറിയ ഉള്ളി, കറുക്കപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ചാറങ്ങോട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കുരുമുളക് പൊടി ഇട്ടാൽ നല്ലൊരു കുറുമാക്കറി എവിടെ തയ്യാറാക്കണം. എന്നിട്ട് അങ്ങോട്ട് അരച്ചുകൊണ്ടിരുന്ന കാര്യം അവിടെ പറഞ്ഞു. പെരുംജീരകം പൊടിച്ചില്ലെങ്കിൽ ഇതിക്കൽ ചേർത്താൽ അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്തെടുത്താൽ മതി. എല്ലാം കൂടി ഇട്ടിട്ട് ഒരു അരപ്പ് കുരുമുളക് കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ പോണത്. അപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കുരുമുളക് പൊടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിക്കൽ ചേർത്ത് കണ്ട് അരച്ചങ്ങോട്ട് കൊണ്ടുവന്നാൽ യാതൊരു പ്രശ്നവുമില്ല. നല്ലൊരു കറി ഇവിടെ റെഡിയാകാൻ പോവാണ്. എന്നാൽ നമുക്ക് പൊട്ടറ്റമ്മലോടെ തുടങ്ങിയാലോ. പൊട്ടറ്റ നമ്മൾ കുട്ടിയൊക്കെ ഉണ്ടാവാനൊന്നല്ല നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് കറിക്ക് തന്നെയാണ് ഉണ്ടാക്കാൻ വന്നിക്കണത്. ഇന്ന കണ്ടോളി കട്ട് ചെയ്തിട്ടാണ് വന്നിക്കണേ. നമ്മൾ ചട്ടിക്കട് തീ കൊടുക്കുക. നേരിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. എണ്ണ ഒഴിക്കണോടുകൂടി ചട്ടി എണ്ണ ഒഴിക്കണതിൻ്റെ മുമ്പ് തന്നെ ചൂടായി. എന്താ ചെയ്യുക? അങ്ങനത്തെ ഒരു ചട്ടിയാണ് നമുക്ക് കിട്ടിയത്. ഇന്ധന ലാഭം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ചട്ടിക്ക് നമുക്ക് അരിഞ്ഞീൻ്റെ സാധനം കെട്ട് ഇട്ടെടുക്കുക. ചടപടാന്ന് പറഞ്ഞ് പൊട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ ഇളക്കി കൊടുക്കുക. ഇളക്കി മറിച്ചും തിരിച്ചും മറിച്ചും ഇളക്കി കഴിഞ്ഞാൽ പൊട്ടറ്റോ റെഡിയാവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. അപ്പം തന്നെ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളക് ഒന്നാണ് ചേർത്തെടുക്കുക. ഇന്നങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നെരിഞ്ഞങ്ങോട്ട് കൊന്നോട്ടെ. ഒരു വലിയുള്ളിൻ്റെ പകുതി എടുത്തുകാണ്ട് അതും കൂടിയാണ് ചേർത്തെടുക്കുക. വലിയുള്ളിക്കൊക്കെ റേറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പകുതിയൊക്കെ ചേർത്തുകാണ്ട് ഇങ്ങോട്ട് പോന്നിക്കണത്. പിന്നെ നമുക്ക് 2 വെളുത്തുള്ളി ചതക്കണ്ടേ. ചതച്ചിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാം കൂടി നെരിഞ്ഞ് മുരിഞ്ഞങ്ങോട്ട് വന്നോട്ടെ. ഇതേപോലെ അങ്ങോട്ട് നെരിഞ്ഞങ്ങോട്ട് വരട്ടെ. മല്ലിൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അവസാനമായിട്ട് മല്ലിൻ്റെ ഇലയും ചേർത്തിട്ട് നല്ലൊരു ഇളക്കലങ്ങോട്ട് ഇളക്കുക. ഇപ്പം നമ്മളെ മസാല ഇവിടെ റെഡി ആയിക്കണം. അവസാനമായിട്ട് കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഇളക്കൽ കരിയാതെ ഇളക്കണം എന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ആകെ മാറി. അല്ലെങ്കിൽ എന്തിനാ അപ്പം നമ്മൾ കരിച്ചാൽ നിൽക്കണം? നമുക്ക് മുരിച്ചെടുത്താൽ പോരെ. അതല്ല ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞത്. ഏതെങ്കിലും 2 ഇല്ലി വെളുത്തുള്ളി ഇരുന്ന നിങ്ങൾ കാണുന്നത് ഇളക്കൽ നെരിഞ്ഞ് മുരിഞ്ഞ് അങ്ങോട്ട് കിട്ടിക്കോട്ടെ. അവസാനമായിട്ട് മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 1-2 ടീസ്പൂൺ ഇട്ടിട്ട് ഇളക്കി തന്നെ ഇളക്കൽ ഇളക്കി തന്നെ പച്ചക്കുത്തളം മാറിക്കോട്ടെ. ഇന്നാ നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇനി ഇതിക്ക് നാരങ്ങൻ്റെ നീര് ഊറ്റിച്ചെടുക്കുകയാണ് ഞാനിവിടെ ചെയ്യണത്. തൈര് ഉണ്ടെങ്കിൽ തൈരാണ് ചേർത്തെടുത്താൽ മതി. കുറുമാക്കറിയല്ല ഉണ്ടാക്കാൻ വന്നിരിക്കണത്. അങ്ങനെ നമ്മളെ കടലയൊക്കെ ഇവിടെ റെഡി ആയിക്കണം. ആ കടലേക്ക് നമുക്ക് ഇതാണ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു അരപ്പങ്ങോട്ട് ചേർത്ത് ആ അരപ്പും കൂടിയാണ് ചേർത്തിട്ട് ഇളക്കൽ 2 തുള്ളൽ അങ്ങോട്ട് തുള്ളിക്കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡിയായി എന്നാണ് പറഞ്ഞു വരുന്നത്. കറി കാണാൻ ചൊറുക്കില്ലെങ്കിലും ലുക്കിലല്ല കാര്യം, ടേസ്റ്റിലല്ലേ കാര്യം. ഈ കറി ഇത്ര തന്നെയല്ലേ ചൊറുക്കുണ്ടാവുള്ളൂ. കുറുമാ കറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. അതിൽ ആ മല്ലിൻ്റെ ഇലയും പിന്നെ പച്ചമുളക് കാണുമ്പോഴേ ഒരു പച്ചപ്പും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ തക്കാളി ഇടാൻ നമ്മളങ്ങോട്ട് മറന്നിരിക്കുന്നത്. തക്കാളി ഇല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങോട്ട് തുടരുകയാണ് നമ്മൾ. ഇനി ഇതിക്ക് എങ്ങനെ അപ്പം ചുടാന്നോ ദോശപ്പം നമ്മൾ ചുടാൻ വന്നിരിക്കുന്നത്. നമ്മളേതേലും കണ്ടമാനം ചുട്ടി ഞമ്മക്കങ്ങോട്ട് വീർത്തിക്കണത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ദോശപ്പത്തിൻ്റെ ഒരു അമ്മാനമാട്ടം തന്നെ ഇവിടെ കഴിച്ചിരിക്കണ്. അതുകൊണ്ട് നമ്മൾ ഇനി വീഡിയോ എടുത്ത് കണ്ട് അത് ഇങ്ങോട്ട് കോളാക്കണ്ടെന്ന് വിചാരിച്ച് ഏതായാലും ഇതിൽ ദോശ ചുടുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ദോശ ഉണ്ടാക്കുന്ന വീഡിയോ, മാവ് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ പത്തിരി ചുടുന്ന ചട്ടിയിലാണ് ഈ ദോശ ചുട്ടെടുക്കുന്നത്. ചാട്ടിനെ അങ്ങോട്ട് നല്ലോണം ഓയിൽ വെച്ചാണ് മയക്കിയെടുത്തേക്കാണ്. എന്നിട്ട് അങ്ങോട്ട് ചൂടാൻ വന്നതാണ്. അപ്പോൾ വലിയുള്ളി ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പപ്പൊടി 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഇട്ടെടുത്താൽ മതി. ഉണ്ടാക്കണ മാവ് അരി അരക്കണ സമയത്ത് അതാണ് ഇട്ടെടുത്താൽ മതി. അത്ര തന്നെ ഉള്ളൂ നമ്മളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണവർക്ക് ഏതാണ്ട് അറിയാം നമ്മളെന്താ പറയാൻ വന്നിരിക്കണേ. നമുക്ക് ആകെ അറിയാം ഒരു ഡബിൾ ഹോയ്സാണ്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വാരി വലിച്ച് പറയുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഡബിൾ ഹോയ്സ് ചേർക്കുക അരക്കണ സമയത്ത് 1-2 ടീസ്പൂണ്. അത് വാങ്ങിയ ചെറുത് നിങ്ങൾക്ക് നഷ്ടമല്ല. അത് ഓർമ്മപ്പെടുത്താണ് ഇവിടെ. ഡബിൾ ഹോയ്സ് പാലപ്പപ്പൊടി തന്നെ വാങ്ങണം. ആ ഡബിൾ ഹോയ്സ് തിരഞ്ഞു വാങ്ങിയ ഇതുപോലെ അവസാനം വരെ നിങ്ങളെ ദോശ നന്നാകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയല്ലേ. 2 ടീസ്പൂൺ അരക്കണ സമയത്ത് അങ്ങോട്ട് ചേർത്താൽ ഇതേപോലത്തെ നല്ല ദോശ അങ്ങോട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒന്നും കൂടി ഉഷാറായി വരും. 5 മിനിറ്റിന് മാവ് ഇങ്ങനെ ഉഷാറായിട്ട് വരും. ഇതുപോലെ തെളിഞ്ഞ ദോശ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല.
ഡബിൾ വോയിസ് ആണ് ഇതിന് കാരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ വീഡിയോയിൽ പലതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനാ ഞാൻ വെറുതെ ഇനിയും പറയുന്നത്. എന്നാലും കുറേ പറഞ്ഞില്ല ഞാൻ. കാരണം പറയാനൊരു കാരണമുണ്ട്. ഒരാളെങ്കിലും പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും. ഓൽക്ക് നല്ലോണം കോലത്തിലങ്ങോട്ട് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നും തോന്നരുത്. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അപ്പം നമ്മളിവിടെ കറിയും കൂട്ടിയിട്ട് കഴിക്കണം അങ്ങക്ക് കാണിച്ചു തരുന്നത്. നല്ല എന്താ പറയുക, നെരിഞ്ഞ് മൊരിഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ, നമ്മൾ പൊടിക്കണോടുകൂടി അലിഞ്ഞു പോണ ഒരു ദോശയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഡബിൾ വോയിസിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ ദോശ ഇങ്ങനെ ആവണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് ഈ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ആക്കിയിട്ട് നമുക്ക് ഇനി ഉച്ചക്കുള്ള ചോറ്റും പരിപാടിയും കൂടി നോക്കിയിട്ട് നമുക്കവിടെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. മാണ്ടികൾക്ക് ചെറുതും വലുതൊക്കെ ചൂടാം. ഞാനങ്ങോട്ട് വലുതാ ചൂടല്. കാരണം വെച്ചാൽ കണ്ടമാനം ചുട്ടുകാണ്ട് നേരം സ്വീപ്പാക്കുക എനിക്ക് ഗതികേടാണ്. എനിക്ക് ചുട്ടുകാണ്ട് വേഗം ഇതിൻ്റെ മുമ്പിൽ നിന്നാണ് പോകണം. അപ്പോൾ 2 കൈയിലാണ് പാർന്നു നിർത്താം. ഓരോ കുട്ടികൾക്ക് ദോശ കൊടുത്താൽ ഓല് കുറച്ച് നേരത്തിന് ഇങ്ങോട്ട് വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കീറിനുണ്ടല്ലോ സൈഡ് കീറിന പത്തിരി ചട്ടിയിലാണ് നമ്മളിവിടെ ചുട്ടെടുക്കുന്നത്. ഇങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ചട്ടിയിലും ചൂടാമല്ലോ. അതിനല്ല നമ്മൾ വന്ന് ഇളക്കണ മാവിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാളി. 4-5 ചുട്ടപ്പോഴാണ് ഇളക്കിയിട്ടൊന്ന് ചൂടാന്ന് വിചാരിച്ചത്. ഏതായാലും സാധാരണ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഇളക്കിയാൽ പിന്നെ ഇങ്ങനെ താഴ്ന്ന് പോവുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ഡബിൾ വോയിസ് ചേർത്ത മാവ് എത്ര ഇളക്കിയാലും അത് മേലേക്ക് പൊങ്ങി വരും. 2 ടീസ്പൂൺ ചേർത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുത്താൽ നല്ല കുളത്തിലുള്ള ഒരു ദോശ ഇങ്ങൾക്കും തയ്യാറാക്കാൻ പറ്റും, നമ്മൾക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പം നല്ല അടിപൊളി വീഡിയോ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണം അറിയിക്കുന്നു. നെയ്യ് തേക്കണ്ടികൾക്ക് തേക്കാം. നല്ലോണം തേച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഇല്ല നെയ്യൊക്കെ ചേർക്കുമ്പോൾ. അങ്ങനെയാണ് പറയാനുള്ളത്. അരക്കണ അരപ്പിക്കാണ് കേട്ടോ ഡബിൾ വോയിസ് ചേർക്കേണ്ടത്. അല്ലാതെ ഇവിടെ കൊണ്ട് ഡബിൾ വോയിസ് മേലെ കൂടെ വെതറിയിട്ട് കാര്യമില്ല. അപ്പം നന്നാകൂല. നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരണം. എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് എന്താ തലയും പാലും ഇല്ലാതെ അവിടെയും ഇവിടെയൊക്കെ കണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു. എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിന് ഡബിൾ വോയിസിന് പകരം അരിപ്പൊടി ഇട്ടാൽ പറ്റുമോ, അരിപ്പൊടിക്ക് പകരം ഡബിൾ വോയിസ് ഇട്ടാൽ പറ്റുമോ, അങ്ങനെ എന്തൊക്കെയാണ് ചോദിച്ചിനി. അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാത്തതുകൊണ്ടാണ് അങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ വരുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട അങ്ങനത്തെ ഒരു മിസ്റ്റേക്കും വരില്ല. അവിടെ കീറിന് പത്തിരിച്ചട്ടിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പത്തിരിച്ചട്ടിയിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വെള്ളപ്പത്തിനായാലും ദോശക്കായാലും ഒക്കെ വേറെ ചട്ടി ആയിരിക്കും. എൻ്റെ അടുത്ത് അങ്ങനെയല്ല. എൻ്റെ അടുത്ത് എല്ലാത്തിനും ഒരു ചട്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പൊറാട്ട ഉണ്ടാക്കും, പാത്തിരി ഉണ്ടാക്കും, ഏത് ഇതിലിട്ടുണ്ടാക്കും. പിന്നെ ദോശ വന്ന് ഉണ്ടാക്കിയാൽ നന്നാവുക. എന്നാലും നോക്കിയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ദോശ തയ്യാറാക്കിയിട്ട് ഇന്നാലും കിട്ടിയിരിക്കണം. ദോശൻ്റെ മാത്രമല്ല കറിനെ കുറിച്ച് വർണ്ണിക്കാൻ ഞാൻ അങ്ങോട്ട് മറന്നുപോയി. അതാണ് ഞാൻ ചില സമയത്ത് അങ്ങോട്ട് മറക്കും. നല്ലൊരു കറിയാണ് കേട്ടോ, അടിപൊളി. പറഞ്ഞാൽ നാരങ്ങൻ്റെ പുളിയും എന്തൊക്കെ പൊട്ടറ്റൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു കറിയാണ് തയ്യാറാക്കിയെടുത്തിന്. കറി കഴിച്ചപ്പോൾ അങ്ങോട്ട് മറന്നു. കറി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളി. അതൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്ക് നല്ലൊരു മസാല സെറ്റാക്കി അടുത്ത വീഡിയോയിലേക്ക് പോയാലോ. ഒരൊറ്റ പോക്ക് മിക്സിൻ്റെ ജാർ അങ്ങോട്ട് എടുത്തോണ്ടിരാ. ജാറിലേക്ക് ഒരൊറ്റ ചാട്ടം. ചെറിയ ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറിവേപ്പിലുണ്ട്, തക്കാളി ഉണ്ട്, മഞ്ഞൾപ്പൊടി ഉണ്ട്, ഒക്കെ പാടിട്ടിട്ട് ഒരു നല്ലൊരു മസാല അങ്ങോട്ട് സെറ്റാക്കാം. മീൻ പൊരിച്ചാനാണ് പോണത്. ഇതിലേക്കൊരു പെരിഞ്ചീരകം കുറച്ചങ്ങോട്ട് ഇട്ടെടുക്കുന്നുണ്ട്. നല്ലൊരു മസാല തയ്യാറാക്കണം. മിക്സിൻ്റെ ജാറിലിട്ട് മസാല തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ വീഡിയോ ആയിട്ട് വന്നത്. മുളക് പൊടി ഇട്ടെടുത്ത്, കുരുമുളക് പൊടി ഇട്ടെടുത്ത്, ആവശ്യത്തിന് കുറച്ച് മല്ലിപ്പൊടി കുറച്ചിട്ടെടുത്താൽ മതി. മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക, കുറച്ച് വിനാഗിരി ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുത്തിട്ട് നല്ലോണം അരച്ചങ്ങോട്ട് കൊണ്ടുവരാം. കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചെടുത്താൽ മതി, ഏതായാലും മതി. നല്ലൊരു മസാല സെറ്റാക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ കണ്ടില്ല. ഇതും കൂടി ഉള്ളൂ നമ്മളെ പരിപാടി ഇങ്ങോട്ട് വൈൻഡപ്പാക്കാൻ പോവാണ്. ഇതും കൂടി അരച്ചങ്ങോട്ട് കൊണ്ടുവരാം. നല്ലൊരു അരപ്പങ്ങോട്ട് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ മസാല ഉണ്ടല്ലോ, അരച്ചീന മസാല ഒരു വട്ടത്തിലുള്ള പാത്രത്തിൽ തട്ടി കൊടുത്തിട്ട് നമ്മളെ മീൻ അങ്ങോട്ട് കൊണ്ടുവന്ന് മീനുമൊക്കെ അങ്ങോട്ട് തേമ്പി അങ്ങോട്ട് പൊടിപ്പിച്ചാണ്ടല്ലോ നല്ലൊരു മസാലയാണിത്. അപ്പോൾ നല്ലൊരു മസാല ഉണ്ടാക്കലും നമ്മൾ പറഞ്ഞു. മീൻ അങ്ങോട്ട് ഇട്ടുകാണ്ട് ഇതിമൊക്കെ തേമ്പി കൊടുക്കുക. മീൻ കൈ കുത്തുമ്പോൾ മുള്ളെത്തണ നോക്കണം നല്ലോണം അങ്ങോട്ട് തേമ്പുമ്പോൾ. ഏതായാലും ഇത് വല്ലാതെ തേമ്പേണ്ടി വരില്ല. അതിൻ്റെ മുമ്പ് തന്നെ മീനുമളൊക്കെ മസാല ഉണ്ടാവും. നമ്മൾ സാധാരണ മീനുമ മസാല പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പൊടിച്ചിട്ടില്ല. ഇങ്ങനെ മിക്സിയിൽ അരച്ചു കൊടുത്ത മസാല ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇളകി മറിഞ്ഞങ്ങോട്ട് കിട്ടും. നല്ലൊരു മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ മസാലയിൽ കുറച്ചൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളടുത്ത് എന്ത് പൊടിയാണുള്ളത് വെച്ചാൽ അതങ്ങോട്ട് എടുത്തോണ്ടിരിക്കുക.
മൈദപ്പൊടി ആട്ടപ്പൊടി എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അരിപ്പൊടി. അത് നമുക്ക് മാവിനെ അങ്ങോട്ട് കുറുക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുക തന്നെ. ആട്ടപ്പൊടിയാണ് എനിക്ക് കിട്ടിയത്. കിട്ടിയ പൊടിയായിട്ട് ഇളക്കിയാണ് യോജിപ്പിക്കുക തന്നെ. നല്ലൊരു മീനിൻ്റെ മസാല ഇവിടെ തയ്യാറാക്കി. എന്നാൽ പിന്നെ കുറച്ചും കൂടി ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടിയാണ് ചേർത്താൽ ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പൊരിച്ചെടുത്താണ്ടല്ലോ ഒരു ഒന്നൊന്നര മീനേക്കാരത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു. 4 ആൾക്ക് വീതെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരം. അല്ലാതെ ഇപ്പം എന്താ ഞാൻ പറയാം. ഷെയർ ചെയ്യാതൊക്കെ നിങ്ങളെ ഇഷ്ടം. നമുക്ക് കിട്ടിയത് ചിരങ്ങയാണ്. ചിരങ്ങൻ്റെ താളിപ്പും മീൻ പൊരിച്ചത് ചോറും പിന്നെ അതിക്ക് ഒന്നും വേണ്ട. ഇല്ല ചിരങ്ങ കൂട്ടി അടിച്ചിട്ട് ചിരങ്ങ അങ്ങോട്ട് തൂമിച്ചിട്ടെ എന്നിട്ട് നല്ലൊരു മീൻ പൊരിച്ചതും കൂട്ടി ചോറങ്ങോട്ട് വേവിച്ചുന്ന വീഡിയോയും കൂടി എടുത്ത് നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പാക്കും. ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിരങ്ങയുടെ പുഴുങ്ങിയെടുക്കലാണ് ഞാൻ ആദ്യം ചെയ്യാറുള്ളത്. പിന്നെ അവസാനമാണ് ഞാൻ ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ. ആദ്യം തന്നെ ഇട്ടാൽ ചിലപ്പോൾ വേകാതെ അങ്ങനെ കിടക്കും. ഏതെങ്കിലും കൂത്തി അങ്ങോട്ട് ഉടക്കുന്നുണ്ട്. ഇനി നമുക്ക് ചട്ടിക്കാണ് തീ കൊടുത്തിട്ട് ചട്ടിയിൽ വെളുത്തുള്ളി ഉണ്ട്, ചെറിയ ഉള്ളിയുണ്ട്, കറിവേപ്പിലുണ്ട്, പച്ചമുളകുണ്ട്, എല്ലാം കൂടി ഇട്ടിട്ട് വയറ്റി അങ്ങോട്ട് എടുക്കാൻ പോവാണ്. നെരിഞ്ഞും മൊരിഞ്ഞും അങ്ങോട്ട് വയറ്റിയെടുക്കുക. കരിഞ്ഞു വയറ്റാൻ നിൽക്കരുത്. അങ്ങനെ നമ്മുടെ കറി ഇന്ന് ഇവിടെ സെറ്റ് ആയിക്കണം. ഏതെങ്കിലും കറി തൂമിച്ചീന സാധനം അയക്കൂതിക്കൂട്ടി ഇളക്കിയിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് അവസാനമായിട്ട് കുക്കർക്കട ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചാൽ നമ്മളെ ചിരങ്ങൻ്റെ താളിപ്പ് ഇവിടെ റെഡി ആയിക്കണം. എന്നാൽ പിന്നെ നല്ലോണം അങ്ങോട്ട് തിളച്ചോട്ടെ. തിളക്കെല്ലാം ഒരു കുറവും വരുത്താൻ പാടില്ല. നല്ലോണം തിളച്ചങ്ങോട്ട് കുറുകിക്കോട്ടെ. പിന്നെ ചട്ടിക്കങ്ങോട്ട് തീ കൊടുക്കണ്ടേ. തീ കൊടുക്കാൻ ആരും വരില്ല. നമ്മൾ തന്നെ ചട്ടിക്ക് തീ കൊടുക്കണം. ആ ചട്ടി തന്നെ കഴുകി കൊടുന്നു. ഈ ചട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചട്ടിയാണ്. ഇരുമ്പ് ചട്ടിയിൽ പാചകം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇരുമ്പ് അയണാണ്. അയൺ വർദ്ധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇരുമ്പ് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുണ്ട്. ഏതെങ്കിലും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അങ്ങോട്ട് നല്ലോണം ചൂടായ തേച്ചീന മീൻ എടുത്തിട്ട് ചട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഒച്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നല്ലോണം ചട്ടി ചൂടായാലാണ് ആ സൗണ്ട് ഉണ്ടാവുക. 2 ഇടണോ 3 ഇടണോ അവനവൻ്റെ ഇഷ്ടം. എനിക്കിവിടെ 1 ഇട്ടാലും ഇപ്പൊക്കുള്ളത് റെഡി ആവുമല്ലോ, അത്രയേ ഉള്ളൂ. ഏതായാലും 3 ഇട്ടിട്ടുണ്ട്. 3 ഇടണ്ടില്ലേലും വേറെ എന്താ പറയാനുള്ളത്. ചട്ടിയിൽ തീ ഫുള്ളിലങ്ങോട്ട് ഇടുക. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടുകാണ്ട് എളുപ്പം അങ്ങോട്ട് പൊരിഞ്ഞുകാണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് റെഡി ആകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ചട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ചിലപ്പോൾ തീ അങ്ങ് കത്തി പിടിച്ചുള്ള സാധ്യത ഉണ്ട്. കുഞ്ഞു ചട്ടിയാണിത്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇടയ്ക്ക് ഇങ്ങനെ ചൂടിലിട്ട് തീ കുറച്ചിട്ടിട്ടൊക്കെയാണ് വേവിച്ചെടുക്കുമ്പോൾ ആ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ല തീ കുറച്ചിട്ടിട്ട് കുറേ നേരം നെരിച്ചു വിട്ടാൽ മീൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മളെ മീൻ പൊരി അങ്ങോട്ട് കഴിഞ്ഞു. ഏതെങ്കിലും ചോറങ്ങോട്ട് വിളമ്പുണ്ട്. എനിക്ക് ഈ മീനിൻ്റെ മണക്കട വരുമ്പോൾ ഒരു പ്രത്യേകിച്ച് ചോറിന് അധികം ഒരു വിശപ്പാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചോറങ്ങോട്ട് വിളമ്പിക്കണ്. ഏതെങ്കിലും നമ്മൾ മീനിന് ഒന്നങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം എന്താ വെച്ചാൽ 2 ആവുമ്പോൾ അതിൽ കറക്റ്റായി കിട്ടുള്ളൂ. എന്താ എളുപ്പത്തിൽ മീൻ പൊരിച്ചെടുക്കണത്. ഈ കാണുന്ന വീഡിയോ അങ്ങോട്ട് ഫുള്ളിലങ്ങോട്ട് ഇട്ടേക്കാണ് ഞാൻ. ആ വീഡിയോ എഡിറ്റ് ചെയ്യാതെ കണ്ടിട്ടൊക്കെ ഫുള്ള് സ്പീഡിലിട്ടൊക്കെയാണ്. ഏതെങ്കിലും മീൻ പൊരിക്കുക അത്രേ പണിയുള്ളൂ എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മീനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഏത് മീൻ കിട്ടുമ്പോഴും ഇതുപോലെ ഒരു മസാല ചേർത്തുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ മത്തി ആയാലും വേണ്ടില്ല, അയില ആയാലും ഏത് മീൻ ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ മസാല ചേർത്താൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ആക്കിയാലോ. ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.